നമ്മളിന്ന് പോകുന്നത് ഒരു നൂലുകെട്ട് ചടങ്ങിനാണ്. ഇത് ഞങ്ങളുടെ തറവാടാണ്, അമ്മയുടെ വീടാണ്, ചാരുളി തറവാടാണ്. അപ്പോൾ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ എൻ്റെ കുട്ടിക്കാലം ഈ വീട്ടിലായിരുന്നു. എനിക്കൊരുപാട് നല്ല ഓർമ്മകൾ തന്ന വീടാണിത്. ഇതാണ് ലാലു, പ്രജിഷയും. അപ്പോൾ ലാലുയുടെ ബേബിയുടെ നൂലുകെട്ടിനാണ് നമ്മളിന്ന് പോകുന്നത്. എന്നെ റിസീവ് ചെയ്യാൻ ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നേക്കണമെന്ന് ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് എല്ലാ സീക്രട്സും പറയാനൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെയാണ് ഇവള്. അപ്പോൾ ഏതൊരു വട്ടം സീക്രട്ട് പറയുമ്പോൾ എന്നെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ലാലു എന്നെ കല്ലെടുത്ത് എറിഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാലുവിൻ്റെ ശരിക്കും പേര് വൈശാഖ് എന്നാണ്. ഈ യെല്ലോ സാരി ഇട്ടിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് ഈ കൂടെ നിൽക്കുന്ന ബിന്ദേച്ചിയും സിന്ധേച്ചിയും അമ്മയുടെ സിസ്റ്റേഴ്സാണ്. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് അമ്മേനേക്കാൾ കൂടുതൽ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തവരാണ് ഇവർ. ഇനി നമുക്ക് അമ്മമ്മയെ പരിചയപ്പെടാം. ചിയർഫുൾ, കൂൾ, സൂപ്പർ അമ്മമ്മയാണ്. മാമനും മാമിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിരുന്ന ഒരാളായിരുന്നു അച്ചച്ചൻ. ഇപ്പം ഇല്ല. നമ്മളെല്ലാവരും ചിലരുടെ പ്രസൻസിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും അല്ലേ? എനിക്ക് എൻ്റെ അച്ചച്ചൻ അങ്ങനെയാണ് കേട്ടോ. എനിക്കിവിടെ വരുമ്പോൾ എപ്പോഴും അച്ചച്ചൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട്. അച്ചച്ചൻ അടിപൊളിയാണ്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി നമുക്ക് കസിൻസിനൊക്കെ പരിചയപ്പെട്ടല്ല. അബി, ആദി, ചിപ്പി, കുട്ടീസ് എല്ലാവരും ഉണ്ട്. ഉണ്ണിമായ, ഏട്ടത്തിയമ്മ. ഏട്ടൻ എവിടെ? ഇവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി കാണും. ഇതാണ് എൻ്റെ ഏട്ടൻ ദർശ് ബേബി. രാജീവ് അപ്പൻ. ഞങ്ങളൊക്കെ റെഡിയായി. എന്നാൽ നമുക്ക് ബേബിനെ കാണാൻ പോയാലോ? അങ്ങനെ നമ്മൾ ബേബിയുടെ അടുത്തെത്തി. ബേബിക്ക് പേര് വിളിച്ചു വർദ്ധാൻ വൈശാഖ്. നല്ല പേരില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബേബിയുടെ പേര്. എന്തായാലും വർദ്ധാൻ ബേബി പാലൊക്കെ കുടിച്ച് ഹാപ്പിയായി. എനിക്കധികം നൂലുകെട്ടിൻ്റെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ബേബിയുടെ അമ്മേനെ കാണണ്ടേ? ഇതാണ് ബേബിയുടെ അമ്മ. എനിക്ക് ഒത്തിരി വിശേഷം ഇനിയും പറയാനുണ്ട്.